ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഈ ആഴ്ചയിൽ വന്ന നല്ല സൂപ്പർ നമ്മുടെ ഈ ആഴ്ചയിൽ നല്ല അടിപൊളി ഒരു ജേഴ്സി ക്രോസ് നല്ല ബ്ലാക്ക് എണ്ണക്കറുത്ത പശു എന്നൊക്കെ പറയത്തില്ല, അതുപോലെ നല്ല എണ്ണക്കറുത്ത് നല്ല അടിപൊളി പശുവാണ്. പശു പ്രസവിച്ചിരുന്ന് 7 ദിവസമായി നല്ലൊരു മൂരിക്കുട്ടിയാണ്. തള്ളയുടെ അതേ കളറിലുള്ള നല്ലൊരു കളർ പാറ്റേണിൽ വരുന്ന ഒരു പശുവാണ്. കർഷകർക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പശു മേടിക്കുന്നവർക്കും എൻക്വയറി ചെയ്യുന്നവർക്കും എല്ലാവർക്കും തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ എടുക്കുമ്പോൾ നമ്മൾ പാലിന് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഈ കൊടുക്കുന്ന പശുക്കൾക്കെല്ലാം പാല് കിട്ടുമോ? തമിഴ്നാട്ടിലെ പശുക്കൾക്ക് രോഗമില്ലേന്ന്. ഈ തമിഴ്നാട്ടിലെ പശുക്കൾക്ക് രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പശുക്കുട്ടി, ഇതുപോലൊരു പശുക്കുട്ടി വളർന്നാണ് ഒരു പശു ആവുന്നത്. അപ്പൊ ഈ യാത്ര ചെയ്ത് വരുമ്പോൾ ട്രാവലിംഗിലാണ് അവർക്ക് പശുക്കൾക്ക് തൈലേറിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പശുക്കൾക്ക് വേറൊരു ഉപയോഗമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പശുക്കളുടെ ഈ പശുവിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇതിൽ ഹീമോ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് കർഷകർക്ക് കൈമാറുന്നത്. ഇനി മുതൽ പശുക്കളെ മേടിക്കുന്ന എല്ലാ കർഷകർക്കും അങ്ങനെ ഒരു ഓഫർ ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പശുക്കൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡിനകത്ത് ഹീമോ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ആ ഒരു റിപ്പോർട്ട് പേപ്പറും കൂടിയാണ് കർഷകർക്ക് കൈമാറുന്നത്. അതുപോലെ തന്നെ പാല് കിട്ടുന്ന പശുക്കളുടെ ലക്ഷണം ഞാൻ എല്ലാ വീഡിയോസിലും നമ്മൾ എടുത്തു പറയുന്ന കാര്യമാണ്. പശുക്കളുടെ ഈ സ്കിന്ന് കട്ടി കുറഞ്ഞ സ്കിന്നായിരിക്കണം. പിന്നെ പശുക്കളുടെ പാൽഞരമ്പ് മിൽക്കിംഗ് വെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല മിൽക്കിംഗ് വെയിൻ ഉള്ള പശുവിന് മാത്രമേ നല്ല പാല് കിട്ടത്തുള്ളൂ. പ്രസവിച്ച പശുവിനെ എടുക്കാത്ത കാരണം അവിടെ കുട്ടിയെ ഒട്ടിക്കലുണ്ട്. ഇടക്കറവ പശുവില് വേറൊരു കുട്ടിയെ കൊണ്ടുവന്ന് ചേർക്കുന്ന ഒരു പരിപാടി തമിഴ്നാട്ടിലുണ്ട്. ഞാൻ അബദ്ധത്തിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ചെനപ്പശുക്കളെ മാത്രം എടുക്കുന്നത്. പിന്നെ രണ്ടെന്ന് പറയുന്നത്, അവിടെ പ്രസവിച്ച പശുവിന് പ്ലാസന്റ മറുപിള്ള അല്ലെങ്കിൽ മാവെന്നൊക്കെ പല നാട്ടുകാർ പറയും. ഇത് പോവാത്തൊരു കേസ് വരും. ആ ഒരു കണ്ടീഷനിൽ അവർ തന്നെ അത് കൈയിട്ട് വലിച്ച് കളയുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുക. ഇത് ഇവിടെ വരുമ്പോൾ ഇൻഫെക്ഷൻ ആവും. അത് തലമണ്ട വരെ ഇൻഫെക്ഷൻ ആവാൻ കാരണമുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് പ്രസവിച്ച പശുക്കളെ എടുക്കാത്തതും ചെനപ്പശുവിനെ എടുക്കുന്നത്. ചെനപ്പശു ആകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ വന്ന് ഒരു 6 7 അല്ലെങ്കിൽ 10 15 ദിവസം റെസ്റ്റ് ചെയ്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ പശുവിന് പാലുമാവും, നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവായിരിക്കും. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ചെനപ്പശുക്കളെ മാത്രം എടുക്കുന്നത്. പിന്നെ പാലിന് ഞാൻ ഗ്യാരണ്ടി കൊടുക്കാത്തത് എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കറവ കാണാത്തത് കൊണ്ടാണ്. പിന്നെ പാൽശേഷിയുള്ള പശുക്കളെ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാറുള്ളൂ. നല്ല തീറ്റയും കുടിയും നല്ല അയവെട്ടലും ഉള്ള പശുവിന് എന്തായാലും തീർച്ചയായിട്ടും പാലും കിട്ടും. നമ്മുടെ കൺമുന്നിൽ വന്ന് പ്രസവിച്ച് അതിന്റെ പ്ലാസന്റെ പോയി അഴുക്ക് പോകുമ്പോൾ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്ത് അതിന് ശുശ്രൂഷ ചെയ്ത് നമുക്ക് പാലാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ കർഷകരും ഒരു കാര്യം മനസ്സിലാക്കണം. പശു തീറ്റയറപ്പ് വന്നു തുടങ്ങുമ്പോഴത്തേക്കും ഉടനെ പോയി മൃഗാശുപത്രിയിൽ പോയി ഏതെങ്കിലും ദഹനക്കേടിനുള്ള മരുന്ന് മേടിച്ച് കൊടുക്കലല്ല. അതിന്റെ ബ്ലഡ്, ഇതെല്ലാം വരവ് പശുവാണ്, എല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള പശുക്കളാണ്. ഇതിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴേ ബ്ലഡിൽ എന്തെങ്കിലും ഹീമോ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടോ എല്ലാം മനസ്സിലാക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നും മേടിക്കുന്ന എല്ലാ കർഷകർക്കും ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡിലെ റിസൾട്ടിന്റെ പേപ്പർ ഉൾപ്പെടെയാണ് ഇനി മുതൽ പശുക്കളെ നമ്മൾ കൊടുക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഒരു കർഷകരും മണ്ടത്തരത്തിൽ പോയി വീഴരുത്. എനിക്കും നഷ്ടം വരരുത്, മേടിക്കുന്ന ഒരാൾക്ക് നഷ്ടം വരരുത്. അപ്പം എല്ലാവരുടെയും നമ്മൾ എന്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് ഉൾപ്പെടെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ പശുവിനെ കൊടുക്കുമ്പോൾ ഇതിന്റെ ബ്ലഡിന്റെ റിസൾട്ടിന്റെ പേപ്പർ ഉൾപ്പെടെയാണ് കർഷകർക്ക് കൈമാറുന്നത്. ഞാൻ ഒരു സംശയം ചോദിച്ചോളൂ. ഒരു തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ പിന്നീട് ആ രോഗം വരാൻ അത് വലിയൊരു പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇതിന് ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് സഹിതം ഈ പശുവിനെ ഇന്ന് കച്ചവടം ചെയ്യുമ്പോൾ അയ്യോ ഇനി ഹീമോ പ്രോട്ടോസോവൽ ഇൻഫെക്ഷനേ വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ശുദ്ധ മണ്ടത്തരമാണ്. നിങ്ങൾ കൊണ്ടുപോയി 1.5 ആഴ്ച നിങ്ങളുടെ വീട്ടിലെ ഫുഡും തീറ്റയായിട്ടൊക്കെ ഇണങ്ങിയതിന് ശേഷം ഒന്നുകൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എപ്പോൾ വേണമെങ്കിലും പശുക്കൾക്ക് ഇൻഫെക്ഷൻ കയറാം. ഇൻഫെക്ഷൻ ഉദ്ദേശിക്കുക സാധാ ഇൻഫെക്ഷൻ അല്ല, ഹീമോ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ബബീഷിയോസിസ്, തൈലേറിയ, അനാപ്ലാസ്മ, ഇതെല്ലാം എപ്പോൾ വേണമെങ്കിലും പശുക്കളിൽ കയറി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇവിടുന്ന് റിപ്പോർട്ട് തന്നെന്നും പറഞ്ഞാൽ അതും കൊണ്ടിരിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം ഒരാഴ്ച ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അസുഖമുള്ള പശുക്കളെ അല്ല കൊടുക്കുന്നതിനുള്ള ഗ്യാരണ്ടിയാണ് നമ്മൾ അസുഖമില്ലാത്ത രോഗവിമുക്തമായിട്ടുള്ള പശുക്കളെ കൊടുക്കുന്നു എന്നുള്ള എവിഡൻസിനാണ് നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് പശുക്കൾക്കൊപ്പം കൊടുക്കുന്നത്. അല്ലാതെ ഈ പശുക്കൾക്ക് ഇനി അതിന്റെ മുജന്മകാലവും അസുഖം വരത്തില്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അതും മാംസവും മജ്ജയുള്ള ജീവിയാണ്. എപ്പോ വേണമെങ്കിലും അസുഖങ്ങൾ വരാതിരിക്കാം. പക്ഷേ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന പശു രോഗവിമുക്തയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്ത പേപ്പർ കൊടുക്കുന്നുണ്ട്. 6 പല്ലേ ഇവക്ക് ആയിട്ടുള്ളൂ. 6 പല്ലാണ് ഇവക്ക് ആയിട്ടുള്ളത്. ഇവളിപ്പോ പ്രസവിച്ച് നിൽക്കുന്ന 2ാമത്തെ പ്രസവമാണ്. നല്ല ജേഴ്സി. ഇതിന് തമിഴ്നാട്ടിലെ ഭാഷയിൽ പറയും കച്ചിപ്പുറം പശു എന്ന് പറയും. കച്ചി കഴിക്കുന്ന പശു ആണ്ടല്ല, കച്ചിപ്പുറം പശു എന്നാണ് പറയുന്നത്. കാരണം ഇത് എത്ര കഴിച്ചാലും മേനിക്കൊഴുപ്പ് ഉണ്ടാവത്തില്ല. മേനി ഇങ്ങനെ ഇരിക്കും, പക്ഷെ പാലിന്റെ കാര്യത്തിൽ നമ്പർ 1. ഇതുപോലുള്ള പശുക്കളെ വേണ്ടവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വിഷ്ണു VS ഡയറി ഫാം, കൊല്ലത്ത്, പരവൂര്, മാവിൻമൂട്, വിഷ്ണു VS ഡയറി ഫാം. ഇതുപോലുള്ള പശുക്കളെ വേണ്ടവർ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക.